ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ 2 ബീറ്റാസിനെയാണ്. നമ്മുടെ HMPK ക്യാൻഡി HMPK ആണിത്. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് ഞാനിപ്പോൾ UK-ലാണ്. അപ്പോൾ UK-ലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചപ്പോൾ ഏകദേശം നമുക്ക് 60 പൗണ്ടിൻ്റെ അടുത്തായി, ഏകദേശം 6000 രൂപയായി നാട്ടിലെ. എന്നാലും നമ്മൾ ബ്രീഡ് ചെയ്യാമെന്നുള്ള ഒരു ഹോപ്പിലാണ് നമ്മളിതിനെ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഫീമെയിലാണ്. നമ്മൾ ഈ വെറ്റാങ്ക് നല്ല ഫീഡ് കൊടുത്ത് നമ്മുടെ ടാങ്കിലുള്ള ഡഫിനിയ കൾച്ചറിൽ നിന്ന് നമ്മൾ ഡഫിനിയനെ നല്ലപോലെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ബ്ലഡ് വേം ഫ്രോസൺ ഇരിപ്പുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങൾ നല്ലപോലെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈവാണ് കൂടുതൽ കൊടുക്കുന്നത്. കാരണം നമ്മളൊന്ന് നല്ലപോലെ കണ്ടീഷൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഇവയെ ഒന്ന് ബ്രീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബ്രീഡിങ് വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതാണ്, നമ്മുടെ ബീറ്റ ബ്രീഡിങ്ങിൻ്റെ വീഡിയോസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പേരെ നല്ലൊരു ഡ്രിഫ്റ്റ് വുഡൊക്കെ ആക്കി കുറച്ച് ചെടിയൊക്കെ ഉള്ളൊരു ടാങ്കിലാക്കി വെച്ചേക്കാണ്. അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ള ടൈപ്പാണ് ഇത്. HMPK ആണ്. അപ്പോൾ നമുക്കറിയാം പ്ലക്കാർഡ് ടൈപ്പ് ബീറ്റയാണ്. അപ്പോൾ UK-ൽ ഇത് നല്ലപോലെ കുറച്ച് ഹോപ്പുള്ളൊരു കാര്യമാണ് ബീറ്റാസ്. കാരണം നല്ല വിലയാണ് ബീറ്റാസിന്. അപ്പോൾ അത് കാരണം നമുക്കതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പ്രാവശ്യം ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ല. ഇവർ നല്ലപോലെ ഫീഡ് കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മെയിലാണ് ഇപ്പുറത്തെ ടാങ്കിൽ കിടക്കുന്നത്. ഇത് നേരെ കാണുന്ന ടാങ്കിൽ ഫീമെയിലാണ്, അതാണ് മെയിൽ. അപ്പോൾ മെയിലിന് കുറച്ചും കൂടി കളറുണ്ട്, നല്ല ഭംഗിയുണ്ട് കുറച്ചും കൂടി കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രീഡിങ് വിജയിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ തുടർന്ന് വേഗം ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ഡഫിനിയയുടെ കൾച്ചർ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഇവിടെ വളർത്തിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ ഈസ്റ്റൊന്നും ഇടാണ്ടാണ് നമ്മൾ വളർത്തുന്നത്, ഈസി ആയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേഗം നമ്മൾ അക്വറിയത്തിൻ്റെ വാട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം 2 വർഷത്തോളമായി ആ ഡഫിനിയ കൾച്ചർ നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് കാരണം എന്തായാലും സക്സസ് ആണ്. ഇതുവരെ നശിച്ചു പോകാതെ തന്നെ നമ്മുടെ ഡഫിനിയ കൾച്ചർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും വേഗം.